നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും BJP നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ല നിയോജക മണ്ഡലം പ്രസിഡന്റ് KB മുരുകേഷ് അധ്യക്ഷത വഹിച്ചു. BJP മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് KR വിനോദ് സ്വാഗതം ആശംസിച്ചു. BJP ദേശീയ സമിതി അംഗം KR പ്രതാപചന്ദ്രവർമ്മ ആമുഖ പ്രഭാഷണം നടത്തി. ലക്ഷ്യം മുൻവെക്കത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 370 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കും ഘടകകക്ഷികൾ ഉൾപ്പെടെ 400-ൽ കൂടുതലുള്ള സീറ്റുകൾ ലഭിക്കത്തക്ക വിധം ഒരു ലക്ഷ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 400 സീറ്റിനപ്പുറം ഭാരതത്തിലെ 543 നിയോജക മണ്ഡലങ്ങളിൽ 400-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഇപ്രാവശ്യം ഭരണത്തിലെത്തണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. BJP നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 15 വർഷക്കാലം ഈ നാടിനെ പ്രതികരിച്ച ഒരു MP എന്തു ചെയ്തു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും. അതൊരു മുദ്രാവാക്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും അതൊരു ചർച്ച, വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും. ഇപ്പോൾ വന്ന് എനിക്കൊന്ന് ഹൈമാസ് ലൈറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് ഈ വർഷം ഞാൻ 10 ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റ് മാറ്റി വെച്ചായിരുന്നു. ഇപ്പോൾ ഇത് കൊടുക്കത്തില്ല. കൊടുത്താൽ നമുക്ക് ആ ചിത്രപ്പേര് കിട്ടും. ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ ഒരു നെഗറ്റീവ് സാധനമായി മാറി. സത്യം, നിങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് റാന്നി വഴി ഈ തിരുവല്ലയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പുറത്ത് ജിനീഷ് കുമാർ, ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പുറത്ത് പ്രമോദ് നാരായണൻ, അപ്പുറത്തെ വെയിറ്റിംഗ് ഷെഡ് ഈ ആൻഡോ ആന്റണി, ഇപ്പുറത്ത് വീണ ജോർജ്. വെയിറ്റിംഗ് ഷെഡുകൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതിയായിരുന്നു ഈ വെയിറ്റിംഗ് ഷെഡെന്ന് തിരിച്ചറിയണം ഈ റോഡെ വന്നാണ്. എന്തുമാത്രം വെയിറ്റിംഗ് ഷെഡാണ്! ഇതിന് മാത്രം ആളുകൾ ബസ്സേ കയറാനുണ്ടോ ഈ നാട്ടിൽ എന്നുള്ളത് സംശയമാണ്. ബസ്സിൽ കയറുന്ന ആളുകളെക്കാൾ കൂടുതൽ വെയിറ്റിംഗ് ഷെഡുകൾ ഈ നാട്ടിലുണ്ട്. ഹൈമാസ് ലൈറ്റ് വലിയ ചിലവില്ല. ഇത് പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ആ നാട്ടിലെ ജംഗ്ഷനിലെ കുറേ ചേട്ടന്മാരും ഓട്ടോറിക്ഷക്കാരും കയറ്റും. ആ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്താൽ കൃത്യമായിട്ട് വരും. ഇതല്ലാതെ തിരുവല്ല നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിൽ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഒരു 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനെ കാണിച്ചു തന്നെ. അത് മണ്ഡലം പ്രസിഡന്റ് കുഴപ്പമല്ല, ഈ നാട്ടിലില്ല. ഈ നാട്ടിൽ 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരില്ല. എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഇവിടുന്ന്. ഈ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക നമ്മുടെ ചെറുപ്പക്കാർ. റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കുന്ന സർക്കാർ സമ്മതിച്ചു, ഒന്നും കുഴപ്പമൊന്നുമില്ല. വലിയ ആശുപത്രി പണിയുന്നുണ്ട്. പക്ഷെ വലിയ ആശുപത്രി പണിയുന്നതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്കാണ് ഇപ്പോൾ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാശ് കണ്ടെത്തിയ മനുഷ്യൻ. അതിനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. LJPR സംസ്ഥാന ട്രഷറർ അഭികുമാർ വെൺപാല ആശംസാ പ്രസംഗം നടത്തി. BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുജാ ഗിരീഷ്, പ്രസന്നകുമാർ കുറ്റൂർ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ AJ ജോൺ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി സുരേഷ് ഓടക്കൽ, സംസ്ഥാന സെൽ കോ കൺവീനർമാരായ വിനോദ് തിരുമൂലപുരം, മണിയസ് തിരുവല്ല, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീദേവി താമരാശൻ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് എബ്രഹാം തോമസ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജയൻ ജനാർദ്ദനൻ, പ്രകാശ് വടക്കേമുറി, രാജ്പ്രകാശ് വേണാട്ട്, പ്രവീണാർ, RLJP ജില്ലാ സെക്രട്ടറി ജോബിൻ തമ്പി, RLJP മഹിളാ വിഭാഗം പ്രസിഡന്റ് രേഖ രവീന്ദ്രൻ, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു തിരുവല്ല, KS രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു.